Hello students, welcome back to Plus One Economics Online Classroom. പ്രീവിയസ് ക്ലാസ്സിൽ ഏഴാമത്തെ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂസ് പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രീവിയസ് ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ടോപ്പിക്കാണ് ജോബ്ലെസ് ഗ്രോത്ത്, തൊഴിൽ രഹിത വളർച്ച. It is defined as a situation where GDP grows faster than the employment opportunities resulting in unemployment. എന്താണ് തൊഴിൽ രഹിത വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ GDP, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം വർദ്ധിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ജോബ്ലെസ് ഗ്രോത്ത് അല്ലെങ്കിൽ തൊഴിൽ രഹിത വളർച്ച എന്ന് പറയുന്നത്. ഇവിടെ വളർച്ചയുണ്ട്, പക്ഷേ ഇവിടെ തൊഴിലിനേക്കാൾ കൂടുതൽ വേഗത്തിലാണ് GDP വളരുന്നത്, അല്ലെ? GDP ഗ്രോസ് ഫാസ്റ്റർ ദാൻ ദി എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് റിസൾട്ടിങ് ഇൻ അൺഎംപ്ലോയ്മെന്റ്. ഇത്തരത്തിൽ GDP തൊഴിൽ അവസരങ്ങൾ വർദ്ധിക്കുന്നതിനേക്കാൾ വേഗത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ അതെന്തിന് കാരണമാകുന്നു? അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മയ്ക്ക് കാരണമാകുന്നു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് കാഷ്വലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. എന്താണ് കാഷ്വലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്? Casualization refers to a situation when the percentage of casually hired workers in the total workforce tend to rise over time. Casualization of employment എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കാഷ്വലി ഹയേർഡ് വർക്കേഴ്സ്, അല്ലെ, കൂലിപ്പണിക്കാർ, അവരുടെ ശതമാനം ടോട്ടൽ വർക്ക് ഫോഴ്സ്, അതായത് മൊത്തം ജോലിക്കാരുടെ എണ്ണത്തിൽ ഇത്തരത്തിൽ കൂലിപ്പണിക്കാരുടെ എണ്ണം ഓരോ സമയവും വർദ്ധിക്കുകയാണെങ്കിൽ ആ സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് കാഷ്വലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. അതായത് മൊത്തം വർക്ക് ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂലിപ്പണിക്കാരുടെ അല്ലെങ്കിൽ കാഷ്വലി ഹയേർഡ് വർക്കേഴ്സിന്റെ എണ്ണം കൂടി വരുന്നു, അല്ലെ, കൂടുതലാണെങ്കിൽ അതിനെയാണ് ഇത് വിളിക്കുന്നത്? കാഷ്വലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇൻഫോർമലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. ഇറ്റ് റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ when people tend to find employment more in informal sector of the economy and less in formal sector of the economy. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു there are two sectors, അല്ലെ? എംപ്ലോയ്മെന്റിന് രണ്ട് സെക്ടേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഫോർമൽ സെക്ടർ ഓർ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയും, അല്ലെ? ഫോർമൽ സെക്ടർ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടർ, സംഘടിത മേഖല എന്ന് പറയും. സെക്കൻഡ് വൺ എന്തായിരുന്നു? ഇൻഫോർമൽ സെക്ടർ ഓർ അൺഓർഗനൈസ്ഡ് സെക്ടർ. ഓക്കെ, അസംഘടിത മേഖല എന്ന് പറയും. ഓക്കെ, സംഘടിത മേഖല അല്ലെങ്കിൽ ഫോർമൽ സെക്ടർ ഓർ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് ജോബുകൾ, അല്ലെ, ഗവൺമെന്റ് സെക്ടറാണ് ഇത്. എന്നാൽ ഇൻഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാലോ പ്രൈവറ്റ് സെക്ടർ, അല്ലെ, അല്ലെങ്കിൽ അതർ ദാൻ ഗവൺമെന്റ് സെക്ടർ എന്ന് പറയുന്നു. ഇവിടെ ഇൻഫോർമലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻഫോർമൽ സെക്ടറിൽ അല്ലെങ്കിൽ അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു, അല്ലെ? കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ കൂടി വരുന്ന അവസ്ഥയാണെന്ത്? ഇൻഫോർമലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. വെൻ പീപ്പിൾ ടെൻഡ് ടു ഫൈൻഡ് എംപ്ലോയ്മെന്റ് മോർ ഇൻ ഇൻഫോർമൽ സെക്ടർ ഓഫ് ദി ഇക്കണോമി. അതായത് ഇത്തരത്തിൽ അസംഘടിത മേഖലയിൽ ജോലി അന്വേഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? ഇൻഫോർമലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. ഇതെന്തിന് കാരണമാവും? ലെസ് ഇൻഫോർമൽ സെക്ടർ ഓഫ് ദി ഇക്കണോമി. അതായത് കൂടുതൽ ആളുകളും എംപ്ലോയ്മെന്റ് ഫൈൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ഇൻഫോർമൽ സെക്ടർ അല്ലെങ്കിൽ അസംഘടിത മേഖലയിലാണ്. എന്ന് വെച്ചാൽ ഫോർമൽ സെക്ടറിൽ, സംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ഓർത്തു വെക്കണം. അപ്പോൾ കാഷ്വലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റും അതുപോലെ ഇൻഫോർമലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റും ഓർത്തു വെക്കണം. നെക്സ്റ്റ് ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അൺഎംപ്ലോയ്മെന്റ്. എന്താണ് തൊഴിലില്ലായ്മ? എക്സാമിന് നിരന്തരം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. വാട്ട് ഈസ് അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ എന്താണ് തൊഴിലില്ലായ്മ? It is a situation where a person is ready and willing to work at a prevailing wage rate but doesn't get work. അതായത് ഒരു വ്യക്തി നിലവിലുള്ള വേതന നിരക്ക് അല്ലെങ്കിൽ നിലവിലുള്ള കൂലിക്ക് ജോലി ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ യാതൊരു ജോലിയും കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണ് തൊഴിലില്ലായ്മ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ്. എന്തായിരുന്നു? എ പേഴ്സൺ റെഡി ടു or willing to work at prevailing wage rate but doesn't get work. നിലവിലുള്ള വേതന നിരക്ക് അല്ലെങ്കിൽ കൂലിക്ക് ജോലി ചെയ്യാൻ ആൾ തയ്യാറാണ്, പക്ഷേ ആൾക്ക് ഒരു ജോലിയും കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യമാണ് തൊഴിലില്ലായ്മ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, തൊഴിലില്ലായ്മ നിരക്ക്. ഇവിടെ തൊഴിലില്ലായ്മ നിരക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനുള്ള ഒരു കാൽക്കുലേഷൻ
കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് തൊഴിലില്ലായ്മ എന്ന് മനസ്സിലാക്കി. ഇനി ഈ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്രത്തിലുണ്ട് അല്ലെങ്കിൽ എത്രയുണ്ട് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അതിനൊരു കാൽക്കുലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് ലേബർ ഫോഴ്സ് who are unemployed, not as percentage of total population. It is calculated as. അതായത് ഇവിടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇറ്റ് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് ലേബർ ഫോഴ്സ് ഹു ആർ അൺഎംപ്ലോയിഡ്. അതായത് എത്ര ആളുകൾ അല്ലെങ്കിൽ എത്ര ശതമാനം ആളുകൾ ജോലി ഇല്ലാതെ നിൽക്കുന്നുണ്ട് എന്തിൽ? ടോട്ടൽ പോപ്പുലേഷനിൽ, മൊത്തം ജനസംഖ്യയിൽ എത്ര ശതമാനം ആളുകൾ, അതായത് ജനസംഖ്യയുടെ മൊത്തം ശതമാനത്തിൽ എത്ര ശതമാനം ആളുകൾ ജോലി ചെയ്യാതെ നിൽക്കുന്നു. ഇതിനെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്? അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ നിരക്ക് കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ്. ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് പേഴ്സൺ അൺഎംപ്ലോയിഡ് ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് ലേബർ ഇൻറ്റു 100. എന്തായിരുന്നു? നമ്പർ ഓഫ് പേഴ്സൺ അൺഎംപ്ലോയിഡ് ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് ലേബർ ഇൻറ്റു 100. അതായത് എത്ര ആളുകൾ തൊഴിലില്ലായ്മ നേരിടുന്നു അല്ലെങ്കിൽ തൊഴിലില്ലാതെ നിൽക്കുന്നു അല്ലെങ്കിൽ തൊഴിൽ രഹിതരാണ്. അതിനെ എന്തുകൊണ്ടായിരിക്കണം? സൈസ് ഓഫ് ലേബർ, തൊഴിലാളികളുടെ എണ്ണം കൊണ്ട് ഹരിച്ചിട്ട് അതിനെ 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ. അടുത്ത ഇമ്പോർട്ടൻ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഇതും നിരന്തരം എക്സാമിന് ചോദിക്കുന്നതാണ്. ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ വിവിധ തരം തൊഴിലില്ലായ്മകൾ അല്ലെങ്കിൽ തൊഴിലില്ലായ്മയുടെ വിവിധ തരം തരങ്ങൾ എന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ, റൂറൽ അൺഎംപ്ലോയ്മെന്റ്, ഗ്രാമീണ തൊഴിലില്ലായ്മ എന്ന് പറയും. ഇറ്റ് റെഫേഴ്സ് ടു ദി അൺഎംപ്ലോയ്മെന്റ് ഒക്വറിംഗ് ഇൻ ദി റൂറൽ ഏരിയാസ്. അതായത് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന തൊഴിലില്ലായ്മയെ വിളിക്കുന്ന പേരാണ് റൂറൽ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഗ്രാമീണ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ദീസ് ആർ ഓഫ് 2 ടൈപ്സ്. ഇത്തരത്തിൽ ഗ്രാമീണ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ റൂറൽ അൺഎംപ്ലോയ്മെന്റ് രണ്ട് തരത്തിലാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയും. സെക്കൻഡ് വൺ, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓർത്ത് വെക്കണം. ഫസ്റ്റ് വൺ എന്തായിരുന്നു? സീസണൽ അൺഎംപ്ലോയ്മെന്റ്, അതുപോലെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ കാലിക തൊഴിലില്ലായ്മ. ഓക്കെ, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രച്ഛന്ന തൊഴിലില്ലായ്മ. അതിന്റെ മറ്റൊരു പേര് കൂടെ ഓർത്തു വെക്കണം, ഹിഡൻ അൺഎംപ്ലോയ്മെന്റ്. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ഇറ്റ് റെഫേഴ്സ് ടു വെർ ദ നമ്പർ ഓഫ് പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് ജോബ് ഇൻ പർട്ടിക്കുലർ സീസൺ. ഓക്കെ, അതായത് ചില സീസണുകളിൽ, ഓക്കെ, നമുക്കറിയാം ഓൺ സീസൺ ഉണ്ട്, അതുപോലെ ഓഫ് സീസൺ ഉണ്ട്. ചില സീസണുകളിൽ ചില ആളുകൾക്ക് എന്തായിരിക്കും? ജോലി ഇല്ലാത്ത അവസ്ഥ വരാം, അല്ലെ? ജോലി ഇല്ലാത്ത അവസ്ഥകൾ എന്താണ് വരാം? ഇത് പ്രധാനമായിട്ടും എന്താണ്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അല്ലെ? അതായത് പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന പ്രധാനമായിട്ടും കർഷകർക്കാണ് ഇത്തരത്തിലുള്ള സീസണൽ അൺഎംപ്ലോയ്മെന്റ് വരാറ്. അതായത് ചില സീസണുകൾ എന്തായിരിക്കും? അവർക്ക് ജോലി ഉണ്ടായിരിക്കും, ചില സീസണുകളിൽ അൺഎംപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഒക്കർ ഇൻ ദി കേസ് ഓഫ് അഗ്രികൾച്ചർ, ഐസ്ക്രീം ഫാക്ടറീസ്, വൂളൻ ഫാക്ടറീസ് എക്സെട്ര. ഇത് പ്രധാനമായിട്ടും എവിടേക്കാണ് ഒക്കർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത്? ഇൻ കേസ് ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ, അല്ലെ? കാർഷിക മേഖലയിൽ. അതുപോലെ ഐസ്ക്രീം ഫാക്ടറീസ്, അല്ലെ? ഇപ്പം നമ്മളെന്താ തണുപ്പ് കാലങ്ങളിൽ എന്തായിരിക്കും? ഐസ്ക്രീമിന് എന്താണ്? സീസൺ അല്ല, ഓക്കെ ആണല്ലോ, ഓഫ് സീസൺ ആയിരിക്കും. അപ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അതുപോലെ വൂളൻ ഫാക്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പിളി പുതപ്പുകൾ. ഈ കമ്പിളി പുതപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികളിൽ ചൂട് കാലത്ത്, അതൊരു സീസൺ ആണല്ലോ, ഓക്കെ ആണല്ലോ. ചൂട് കാലത്ത് എന്താ? ഇതിന്റെ ആവശ്യമില്ല, അല്ലെ? തണുപ്പ് കാലത്താണ് അതിന്റെ സീസൺ. ഓക്കെ, അപ്പോൾ ചൂട് കാലത്ത് എന്തായിരിക്കും? ഇതുണ്ടാക്കുന്ന ആളുകളുടെ ജോലി എന്തായിരിക്കും? കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതൊരു എക്സാമ്പിളിലൂടെ നമ്മൾ എവിടേക്കാണ് പ്രധാനമായിട്ടും അത് വരുന്നത് എന്ന് പഠിച്ചു. ഓക്കെ, രണ്ടാമത്തെ റൂറൽ അൺഎംപ്ലോയ്മെന്റ് ഏതായിരുന്നു? ഹിഡൻ അൺഎംപ്ലോയ്മെന്റ് ഓർ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, രണ്ടുപേരും ഓർത്ത് വെക്കണം. മലയാളത്തിൽ പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയും. ഇറ്റ് എക്സിസ്റ്റ് വെൻ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഈസ് 0 ഓർ സം ടൈം നെഗറ്റീവ്. ഓക്കെ ആണല്ലോ. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും എവിടെയാണ്? ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ സിസ്റ്റം, അല്ലെ? ഇന്ത്യൻ കാർഷിക മേഖലയിലാണ് ഇത്തരത്തിലുള്ള ഒരു അൺഎംപ്ലോയ്മെന്റ് കാണുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 10 കർഷകരുണ്ട്. 10 കർഷകർ ജോലി ചെയ്യുമ്പോൾ 100 അവിടുത്തെ പ്രൊഡക്ടിവിറ്റി എന്ന് വിവരിക്കുക. 100 യൂണിറ്റ് സാധനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 10 കർഷകർ ജോലി ചെയ്യുമ്പോൾ 100 യൂണിറ്റ് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ 11ാമത്തെ ഒരു കർഷകൻ അധികമായിട്ട് അവിടെ ജോലി ചെയ്യാൻ വന്നു. ഓക്കെ, ഒരു കർഷകൻ അധികമായിട്ട് വന്നു. അപ്പോൾ 11 പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ടും ടോട്ടൽ പ്രൊഡക്ടിവിറ്റി, മൊത്തം ഉൽപ്പന്നം എത്രയാണ്? 100 യൂണിറ്റ് തന്നെയാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ,
10 പേര് ജോലി ചെയ്തപ്പോൾ 100 യൂണിറ്റാണ് സാധനങ്ങൾ കിട്ടിയിരുന്നത്. 11ാമത്തെ അല്ലേ ഒരാൾ കൂടെ അധികമായിട്ട് വന്നപ്പോഴും എന്തുണ്ടായി, ഇതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല, 100 യൂണിറ്റ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അധികമായിട്ട് വന്ന ഒരു ലേബറുടെ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത 0 ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണെന്ന് പറയാം. ഇത്തരം അൺഎംപ്ലോയ്മെന്റിനാണ് എന്ത് പറയുന്നത്, ഹിഡൻ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഓക്കെ, ഇറ്റ് മെയിൻലി ഒക്കേഴ്സ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ. ഇത് പ്രധാനമായിട്ടും കാർഷിക മേഖലയിൽ മാത്രമാണ് സംഭവിക്കുന്നത്. എക്സാമ്പിൾ എന്ത് പറയാം, ഇന്ത്യൻ അഗ്രികൾച്ചറൽ സിസ്റ്റം, ഇന്ത്യൻ കാർഷിക സമ്പ്രദായത്തെ അല്ലെങ്കിൽ കാർഷിക മേഖലയെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, രണ്ടാമത്തെ ഒരു ടൈപ്പ്, ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്, ഫസ്റ്റ് ടൈപ്പ് ആയിട്ടുള്ള റൂറൽ അൺഎംപ്ലോയ്മെന്റ്, ഗ്രാമീണ തൊഴിലില്ലായ്മയുടെ കീഴിൽ വരുന്ന 2 സബായിട്ട് വരുന്ന അൺഎംപ്ലോയ്മെന്റ് കാറ്റഗറിയാണ് പഠിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് അർബൻ അൺഎംപ്ലോയ്മെന്റ്, നഗര തൊഴിലില്ലായ്മ. ഇറ്റ് റെഫേഴ്സ് ടു ദി അൺഎംപ്ലോയ്മെന്റ് ഒക്കറിംഗ് ഇൻ അർബൻ ഏരിയാസ്. അതായത് നഗരപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന തൊഴിലില്ലായ്മയെ വിളിക്കുന്ന പേരാണ് അർബൻ അൺഎംപ്ലോയ്മെന്റ്. എന്താണ്, നഗരപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന തൊഴിലില്ലായ്മയാണ് അർബൻ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ നഗര തൊഴിലില്ലായ്മ. ദീസ് ആർ ഓഫ് 3 ടൈപ്സ്. ഇത് പ്രധാനമായിട്ടും 3 എണ്ണം ഉണ്ട്. ഓക്കെ ആണല്ലോ, അപ്പോൾ ഓർത്ത് വെക്കണം, റൂറൽ അൺഎംപ്ലോയ്മെന്റ് 2 തരം ഉണ്ട്, എന്നാൽ അർബൻ അൺഎംപ്ലോയ്മെന്റോ നഗര തൊഴിലില്ലായ്മ പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ, ഇൻഡസ്ട്രിയൽ അൺഎംപ്ലോയ്മെന്റ്, വ്യവസായ മേഖല തൊഴിലില്ലായ്മ, വ്യവസായ മേഖല തൊഴിലില്ലായ്മ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദോസ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ് ഹു ആർ വില്ലിംഗ് ടു വർക്ക് ഇൻ ഇൻഡസ്ട്രീസ്, മൈനിങ്, ട്രാൻസ്പോർട്ട്, ട്രേഡ് ആൻഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. ഓക്കെ, ഇവിടെ എന്ത് പറയാം, ഇറ്റ് ഇൻക്ലൂഡ്സ് ദോസ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ് ഹു ആർ നോട്ട് വില്ലിംഗ് ടു വർക്ക് ഇൻ ഇൻഡസ്ട്രീസ്, മൈനിങ്, ട്രാൻസ്പോർട്ട് ആൻഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് എക്സെട്ര. അതായത് ഇല്ലിറ്ററേറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ, നിരക്ഷരായ വ്യക്തികൾ, എഴുതാനും വായിക്കാനും അറിയാത്ത വ്യക്തികൾക്ക് ഇൻഡസ്ട്രീസിൽ അല്ലേ, അതായത് വലിയ വലിയ ഫാക്ടറീസിൽ, അതുപോലെ മൈനിങ്, ട്രാൻസ്പോർട്ട്, ട്രേഡ്, കൺസ്ട്രക്ഷൻ, ഓക്കെ, ഇവിടെയെല്ലാം ജോലി ചെയ്യുന്ന അവസ്ഥയാണെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ആ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ വിധത്തിലുള്ള ഒരു സ്കില്ലും എന്തില്ല, അവർക്ക് ഇല്ല, എഡ്യൂക്കേഷൻ അവർക്ക് ഇല്ല, ഇല്ലിറ്ററേറ്റ് ആണ്. ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ ഇൻഡസ്ട്രീസിലും മൈനിങ്ങിലും അതുപോലെ ട്രാൻസ്പോർട്ട്, ട്രേഡ് അല്ലെ, ഗതാഗതം, അതുപോലെ വ്യാപാരം, അതുപോലെ കൺസ്ട്രക്ഷൻ ഒക്കെയാണല്ലോ, ഇതെല്ലാം ജോലി ചെയ്യുന്ന അവസ്ഥയാണെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ അൺഎംപ്ലോയ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ, ഇറ്റ് ഇൻക്ലൂഡ്സ് ദോസ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ഹു ആർ വില്ലിംഗ് ടു വർക്ക് ഇൻ ഇൻഡസ്ട്രീസ്, മൈനിങ്, ട്രാൻസ്പോർട്ട്, ട്രേഡ് ആൻഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് എക്സെട്ര. അതിൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ്. Among the educated people, apart from open unemployment, many are underemployed because their qualification does not match with their job. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് കണ്ടന്റ് പറഞ്ഞു തരാം. ഇപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാൾ, അല്ലെങ്കിൽ എന്ത് പറയുന്നു, ഒരു ഗ്രാജുവേഷൻ യോഗ്യതയുള്ള ഉയർന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരു ആള് അതിനേക്കാൾ അല്ലെങ്കിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് വലിയ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം അല്ലെ, വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണെന്ത് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ജോലിയുണ്ട്, പക്ഷെ അത് എന്തിനു തുല്യമാണ്, ഒരു അൺഎംപ്ലോയ്മെന്റ് റേറ്റിന് തുല്യമാണ്. ഇപ്പൊ എനിക്ക് എന്താണ്, ഫോർ എക്സാമ്പിൾ +2 യോഗ്യത ഉണ്ടെന്ന് വിചാരിക്കുക, ഞാൻ വെറും 5ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതെന്താണ്, ജോലി തന്നെയാണ്, ഞാൻ എംപ്ലോയിഡ് ആണ്, പക്ഷേ എൻ്റെ ക്വാളിഫിക്കേഷന് ഈക്വൽ ആയിട്ടുള്ള ജോബല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ അൺഎംപ്ലോയിഡ് ആണെന്ന് പറയാം. ഒരു രീതിയിൽ ഞാൻ എന്താണ്, തൊഴിലില്ലായ്മ നേരിടുന്ന ആളാണ്. ദാറ്റ് ഈസ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് ഓർ അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയും. ഓക്കെ ആണല്ലോ, അണ്ടർ എംപ്ലോയ്മെന്റ് എന്നും പറയും, ഓർത്തു വെക്കണം. മൂന്നാമത്തെ കാറ്റഗറി ഏതാണ്, ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ട് വരുന്ന തൊഴിലില്ലായ്മ. എ സംവാട്ട് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് മേ ടേക്ക് പ്ലേസ് ഇൻ ആൻ ഇക്കണോമി ആസ് എ റിസൾട്ട് ഓഫ് ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്. സാങ്കേതിക വിദ്യ വികസിക്കും തോറും ഇത്തരത്തിൽ ഉണ്ടാവുന്ന തൊഴിലില്ലായ്മ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയാണെന്ത് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ. അതായത് ടെക്നോളജി ഒരുപാട് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വ്യക്തികളുടെ ആവശ്യം വരുന്നില്ല, എല്ലാം ടെക്നോളജി അല്ലെങ്കിൽ ആധുനിക യന്ത്രങ്ങളായിരിക്കും എന്ത് ജോലി ചെയ്യുന്നത്. ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, സാധാരണ ജോലി ചെയ്യുന്ന ലേബേഴ്സിന് എന്താണ്, ജോലി ഇല്ലാത്ത അവസ്ഥ വരും, ബിക്കോസ് ദേ ഫേസ് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, സച്ച് അൺഎംപ്ലോയ്മെന്റ് മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ്. ഇത്തരത്തിലുള്ള അൺഎംപ്ലോയ്മെന്റിനെയാണ് എന്ത് പറയുന്നത്,
ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ സാങ്കേതികപരമായ തൊഴിലില്ലായ്മ എന്ന് വിളിക്കുന്നത്. Due to the introduction of new machinery, improvement in methods of production, labor-saving devices, etc., some workers tend to be replaced by machines. അല്ലേ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? അതായത് പുതിയ മെഷീൻസ്, പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതുപോലെ ഇപ്പോൾ നിലവിലുള്ള ഉൽപാദന രീതി മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നുകൂടെ വികസിപ്പിച്ച് കഴിഞ്ഞാൽ, അതുപോലെ ഇതെല്ലാം എന്തിന് കാരണമാവും? ഇത്തരത്തിൽ മെഷീൻസ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ സാധാരണ വ്യക്തികൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന അവസ്ഥ വരും. അല്ലേ, ടെക്നോളജി കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതുപോലെ പുതിയ സാങ്കേതിക വിദ്യകളും പുതിയ ഉൽപാദന രീതികളെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വ്യക്തികൾ അവർക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ വരും. എല്ലാ ജോലികളും മെഷീൻസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇത്തരത്തിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള അൺഎംപ്ലോയ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ടുള്ള തൊഴിലില്ലായ്മ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 2 തരം ടൈപ്സ് പഠിച്ചു അല്ലേ, 2 types ഓഫ് അൺഎംപ്ലോയ്മെന്റ് പഠിച്ചു. റൂറൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റും അതുപോലെ അർബൻ അൺഎംപ്ലോയ്മെന്റും. അതിൽ റൂറൽ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഗ്രാമീണ തൊഴിലില്ലായ്മ പ്രധാനമായിട്ടും 2 ഉണ്ടെന്ന് പഠിച്ചു. അതുപോലെ അർബൻ അൺഎംപ്ലോയ്മെന്റ് നഗര തൊഴിലില്ലായ്മ പ്രധാനമായിട്ടും 3 ഉണ്ടെന്ന് പഠിച്ചു. കൃത്യമായിട്ട് ഓർത്തു വെക്കണം. അതുപോലെ എക്സാമിന് ചോദിക്കുന്ന അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വെരി ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് കോസസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. എന്തൊക്കെയാണ് ഇത്തരത്തിൽ തൊഴിലില്ലായ്മയ്ക്കുള്ള കാരണങ്ങൾ, അതും എക്സാമിന് ചോദിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളും എക്സാമിന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഷുവറായിട്ട് നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടിയാണ്. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് വാട്ട് ആർ ദി കോസസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അതായത് തൊഴിലില്ലായ്മയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് റീസൺ അല്ലെങ്കിൽ ഫസ്റ്റ് കോസ് സ്ലോ എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ കുറഞ്ഞ സാമ്പത്തിക വളർച്ച എന്ന് പറയും, അല്ലെങ്കിൽ പതിയെയുള്ള സാമ്പത്തിക വളർച്ച. ഇനി ഇന്ത്യൻ ഇക്കണോമി ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഈസ് വെരി ലോ. ഇന്ത്യയിലെ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ വളർച്ചാ നിരക്ക് വളരെ കുറവാണ്. ദിസ് സ്ലോ ഗ്രോത്ത് റേറ്റ് ഫെയിൽസ് ടു പ്രൊവൈഡ് ഇനഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ടു ദി റൈസിംഗ് പോപ്പുലേഷൻ. അതായത് ഇത്തരത്തിൽ ഗ്രോത്ത് റേറ്റ് അല്ലെ വളർച്ചാ നിരക്ക് കുറഞ്ഞുകൊണ്ട് വരികയാണ്. എന്നാൽ അതിന് തുല്യമായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉയർത്തിക്കൊണ്ട് വരണം. കാരണം വളർച്ചാ നിരക്ക് കുറവാണെങ്കിൽ പോലും ഇവിടെ അതായത് പോപ്പുലേഷന്റെ അളവ് വർദ്ധിച്ചുകൊണ്ട് വരുന്നുണ്ട് അല്ലേ. പോപ്പുലേഷന്റെ അളവ് വർദ്ധിച്ചുകൊണ്ട് വരുന്നു, ജനസംഖ്യ നിരന്തരം വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. എന്നാൽ ആ നിരന്തരം പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് എന്തുകൂടെ വർദ്ധിക്കണം? തൊഴിൽ നിരക്ക് അല്ലെ, തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടെ വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈക്വൽ ആവുള്ളൂ. എന്നാൽ അത്തരത്തിൽ എന്ത് ചെയ്യുന്നില്ല? ജനസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച് തൊഴിൽ നിരക്ക് അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങൾ വർദ്ധിക്കുന്നില്ല. ഇവിടെ ഗ്രോത്ത് കുറവായിട്ടാണ് പോകുന്നത്. ഇതെന്തിന് കാരണമാവുന്നു? അൺഎംപ്ലോയ്മെന്റിന് കാരണമാവുന്നു. സ്ലോ എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ കുറഞ്ഞ സാമ്പത്തിക വളർച്ച. രണ്ടാമത്തെ കോസാണ് റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. പെട്ടെന്നുള്ള തുടരെയുള്ള ജനസംഖ്യ വളർച്ച. ഇതെന്തിന് കാരണമാകുന്നുണ്ട്? തൊഴിലില്ലായ്മ നിരക്കിന് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കാൻ അല്ലെങ്കിൽ വർദ്ധിക്കാൻ. രണ്ടാമത്തെ റീസൺ ആണ് റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ഉയർന്ന ജനസംഖ്യ നിരക്ക്. ഇതെന്തിന് കാരണമാണ്? അൺഎംപ്ലോയ്മെന്റിന് കാരണമാണ്, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കാൻ കാരണമാണ്. നിരന്തരം ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നാൽ ഓരോ തവണ വർദ്ധിക്കുന്തോറും അത്തരത്തിലുള്ള ആ വർധനവിന് തുല്യമായിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല? ജോലി കിട്ടുന്നില്ല അല്ലേ. ഓരോ തവണ എന്ത് ചെയ്യുന്നു? നിത്യേന ജനസംഖ്യ വർദ്ധിക്കുന്നു. എന്നാൽ ആ വർധനവ് എവിടെ ഉണ്ടാകുന്നില്ല? എംപ്ലോയ്മെന്റ് ക്രിയേഷനിൽ അല്ലെങ്കിൽ തൊഴിലവസരങ്ങളിൽ എന്തില്ല? ഇത്തരത്തിലുള്ള വർധനവ് ഉണ്ടാകുന്നില്ല. അത് സ്ലോ ആയിട്ടാണ് പോകുന്നത്. ആണല്ലോ. മൂന്നാമത്തെ ഒരു കോസാണ് ഫോൾട്ടി എംപ്ലോയ്മെന്റ് പ്ലാനിങ്. അതായത് കൃത്യമായ രീതിയിലല്ലാതെയുള്ള തൊഴിൽ ആസൂത്രണം, തൊഴിൽ പ്ലാനിങ് അല്ലെ. തൊഴിൽ ആസൂത്രണം കൃത്യമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ പലർക്കും ജോലി കിട്ടണമെന്നില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ 5 year പ്ലാൻ അല്ലെ, പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ദ 5 year പ്ലാൻ ഇൻ ഇന്ത്യ ഹാവ് ബീൻ ഡിസൈൻഡ് ഫോർ എംപ്ലോയ്മെന്റ് ജനറേഷൻ. ഇറ്റ് വാസ് തോട്ട് ദാറ്റ് എക്കണോമിക് ഗ്രോത്ത് ലൈക്ക് ടേക്ക് കെയർ ഓഫ് അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം. അതായത് അൺഎംപ്ലോയ്മെന്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് ആണല്ലോ നമ്മൾ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ചില പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളായിരുന്നു അൺഎംപ്ലോയ്മെന്റ് ഒഴിവാക്കണം. എന്നാൽ അതിലുണ്ടായ പല വീഴ്ചകളും, അത്തരത്തിൽ 5 year പ്ലാനിൽ ഉണ്ടാകുന്ന പല വീഴ്ചകളും പ്ലാനിങ് കൃത്യമായിട്ട് നടത്താൻ പറ്റാത്തതിലൂടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇത്തരത്തിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയാതെ കൂടാൻ കാരണമായിട്ടുണ്ട്. ആണല്ലോ. അപ്പോൾ എന്താ പറയുന്നത്? ഫോൾട്ടി എംപ്ലോയ്മെന്റ് പ്ലാനിങ്, കൃത്യമായ രീതിയിലല്ലാതെയുള്ള
തൊഴിൽ ആസൂത്രണങ്ങൾ എന്തിന് കാരണമായിട്ടുണ്ട്? അൺഎംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. 4ാമത്തെ കോസാണ് എക്സസീവ് യൂസ് ഓഫ് ഫോറിൻ ടെക്നോളജി, അതായത് വിദേശ സാങ്കേതിക വിദ്യയുടെ അമിതമായിട്ടുള്ള ആശ്രയിക്കൽ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് ടെക്നോളജീസ് അല്ലേ ഉപയോഗിക്കുന്നുണ്ട്. ഈ ടെക്നോളജി എല്ലാം എന്താണ്? ഫോറിൻ മെയ്ഡ് ആയിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ഒരുപാട് വിദേശ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതോറും എന്താണ് ആളുകൾ അല്ലെ ആ സാങ്കേതിക വിദ്യ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു? ഓരോ വ്യക്തികളായിരുന്നു, ലേബേഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ആ ലേബേഴ്സിന് പകരമായിട്ട് ടെക്നോളജിയെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തിന് കാരണമാവും? അൺഎംപ്ലോയ്മെന്റിന് കാരണമാവും എന്നാണ് പറയുന്നത്. 5ാമത്തെ കോസ് എന്താണ്? ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, അതായത് ധനകാര്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ഉറവിടങ്ങൾ അല്ലെങ്കിൽ വിഭവങ്ങൾ കിട്ടാതെയുള്ള അവസ്ഥ. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ക്യാഷ് അല്ലേ, lack of financial resources. The expansion and diversification programs of agriculture and small scale industries have suffered because of lack of financial resources. അതായത് നമുക്കറിയാം, സാധാരണ വ്യക്തികൾക്ക് ജോലി കിട്ടുന്ന സ്ഥലങ്ങളാണ് അഗ്രികൾച്ചർ സെക്ടർ അല്ലേ, അഗ്രികൾച്ചർ കാർഷിക മേഖല, അതുപോലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ചെറുകിട വ്യവസായങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ചെറുകിട വ്യവസായങ്ങൾ. ഇതെല്ലാം തുടങ്ങാൻ എന്ത് വേണം? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വേണം അല്ലേ. ഏതൊരു ബിസിനസ് തുടങ്ങാൻ എന്ത് വേണം? ഫിനാൻഷ്യൽ റിസോഴ്സ് വേണം അല്ലെ, ധനകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ധനപരമായ വിഭവങ്ങൾ ആവശ്യമുണ്ട്. ഇത് കിട്ടിയില്ലെങ്കിൽ എന്താണ്? അത്തരത്തിലുള്ള ജോലികൾ നമുക്ക് തുടങ്ങാൻ കഴിയില്ല അല്ലെ, കാർഷിക മേഖലയിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല. അതുപോലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ചെറുകിട വ്യവസായങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. അത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അപ്പോഴും ആ വ്യക്തികൾ അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആയിട്ട് തുടരുന്നു. ഓക്കെ ആണല്ലോ. ഫോർ എക്സാമ്പിൾ, ഞാൻ അൺഎംപ്ലോയിഡ് പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. എനിക്ക് കാർഷിക മേഖലയിൽ എൻ്റർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അല്ലെങ്കിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വേണം അല്ലേ. എനിക്ക് കാർഷികപരമായിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ വാങ്ങാനുണ്ട്, വിത്തുകൾ വാങ്ങാനുണ്ട്, എല്ലാം വാങ്ങാനുണ്ട് അല്ലേ. ഇതൊക്കെ വാങ്ങണമെങ്കിൽ എന്ത് വേണം? പൈസ വേണം. ഈ പൈസ എല്ലാം ആരാ തരുന്നത്? എനിക്ക് ജോലി ഇല്ലാത്ത നിൽക്കുന്ന അവസ്ഥയാണ്. എനിക്ക് ഒരു ബാങ്കുകളായിരിക്കും തരിക, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ, ധനകാര്യ സ്ഥാപനങ്ങളാണ് എനിക്ക് അസിസ്റ്റൻസ് തരുന്നത്. എന്നാൽ അവർ ഇത്തരത്തിലുള്ള ധനകാര്യമായിട്ടുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ വിഭവങ്ങളൊന്നും എനിക്ക് തന്നിട്ടില്ലെങ്കിൽ, സപ്പോർട്ടുകളൊന്നും എനിക്ക് തന്നിട്ടില്ലെങ്കിൽ എന്തിന് കാരണമാവും? എനിക്ക് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും അൺഎംപ്ലോയിഡ് ആയിട്ട് തന്നെ തുടരും. അപ്പോൾ ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ധനപരമായ അല്ലെങ്കിൽ ധനപരമായ വിഭവങ്ങളുടെ അഭാവം, ഇതൊന്നിന് കാരണമാവുന്നുണ്ട്? അൺഎംപ്ലോയ്മെന്റിന് കാരണമാവുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ജോബ്ലെസ് ഗ്രോത്ത്, തൊഴിൽ രഹിത വളർച്ച എന്താണെന്ന് പഠിച്ചു. അതുപോലെ കാഷ്വലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റും ഇൻഫോർമലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റും എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ അൺഎംപ്ലോയ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. തൊഴിലില്ലായ്മ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, തൊഴിലില്ലായ്മ നിരക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ദെൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, വിവിധ തരം തൊഴിലില്ലായ്മ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് കോസസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. അതും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് നിരന്തരം ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, 2 പാർട്ടുകളായിട്ടായിരുന്നു ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇതിന് മുൻപ് ഒരു പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ 2 പാർട്ടുകളിലായിട്ട് എടുത്തിട്ടുള്ള ഭാഗങ്ങൾ മാത്രം എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഈ ഭാഗങ്ങൾ നിരന്തരം എക്സാമിന് ചോദിക്കുന്ന ഭാഗങ്ങൾ കൂടെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.